ജീവന് കാവലിരിക്കുക? എത്ര കാലം? ചന്ദ്രശേഖരനെ പോലെ ജീവനും മറ്റൊന്നിനും ഭയമില്ലാത്ത ധീരന്മാർ എത്ര പേരുണ്ടാവും രാജ്യത്ത്? എത്ര പേർക്ക് കഴിയും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക? ഇന്നലെയാണ് കോഴിക്കോടങ്ങാടിയിൽ എളമരം കരീമിന്റെ പ്രസംഗം ഉണ്ടായത്. എന്താണ്? ഡിവൈഎസ്പി സന്തോഷ് കുമാറിനെ, സന്തോഷ് കുമാര, നിന്റെ മക്കൾ കോളേജിൽ പഠിക്കുന്നില്ലേ? കുറെ ആളുകൾ ഇറങ്ങി പുറപ്പെടുക. ഇവരാരാണ്? സഖാവ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തുക. കണ്ണൂർ ജില്ലയിൽ എനിക്കറിയാം കൊലയാളികൾ ഇപ്പോഴും കണ്ണൂരിന്റെ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്നു. എത്രയോ ആന്റണിയുടെ പോലീസ് ഒരു കാലത്ത് കണ്ണൂരിൽ നിന്ന് നിറങ്ങി വേട്ടയാടിയപ്പോഴാണ് പാനൂർ അടക്കമുള്ള പ്രദേശം ഇത്തിരി ശാന്തമായത്. എന്തായിരുന്നു സംഭവം എന്നറിയാം? കാക്കശാജി എന്നൊക്കെ പറയുന്ന കൊലയാളികൾ മരത്തിന്റെ മുകളിൽ കാക്ക കിടക്കുന്ന പോലെയാണ് കാക്ക ഇരിക്കുന്ന പോലെ ഇരിക്കുക. മരത്തിന്റെ മുകളിലേ ഇയാൾ താമസിക്കൂ. അങ്ങനെയാണ് ഇയാൾക്ക് പേര് തന്നെ അങ്ങനെ വന്നത്, കാക്ക എന്ന പേര് വന്നത്. കൊമ്പിൽ ഇങ്ങനെ കാല് പണച്ചിട്ട് തല കീഴ്പോട്ടാക്കി വവ്വാലി കിടക്കുന്ന പോലെ കിടന്നിട്ടാണ് ഇയാൾ സുഖമായിട്ട് ഉറങ്ങുക. ഒരു മനുഷ്യനാണ് ഇത്? മനുഷ്യനാണോ? മനുഷ്യനെന്ന് പറയുന്നത് ജന്തുസഹജമായ രൂപഭാവങ്ങൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിന്റെ കോലുണ്ടായാൽ പോരല്ലോ. ിലേക്ക് ജന്തു കുടുംബങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ യഥാർത്ഥ കൊലയാളികൾ എപ്പോഴും പുറത്താണ്, ആസൂത്രകർ എപ്പോഴും പുറത്താണ്. ഇതെത്ര കാലമായി കണ്ണൂരിൽ തുടരുന്നു? എത്ര ഭരണകൂടങ്ങൾ മാറി മാറി വന്നു? പൊതുപ്രവർത്തനം അസാധ്യമാകുന്ന വണ്ണം, പൊതുപ്രവർത്തനം ഒരു നിർഭയം നടത്താൻ കഴിയാത്ത വണ്ണം, രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് സത്യം വിളിച്ചു പറയാനുള്ള ആർജവമില്ലാത്ത വണ്ണം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി നിർത്തുക, ഭയപ്പെടുത്തുക, അധികാരം കയ്യിൽ വരുമെന്ന രൂപത്തിൽ അവരെ പേടിപ്പിക്കുക. ഇത് തന്നെയാണ് രാജ്യത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ തലച്ചോറായി കേരളം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റപ്പെടേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. എന്നിട്ടോ കൊന്നുകഴിഞ്ഞാൽ, പഴയ ഹിന്ദി സിനിമയിലെ KN സിംഗിനെ പോലെ കുറെ നേതാക്കന്മാരുണ്ട് CPM-ന്. കൊന്നുകഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഈ കൊലയുടെ ചോരയും കത്തിയും തന്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് മനോഹരമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എളമരം കരീമിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ്, ജയരാജന്മാരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. എന്തൊരു ചിരിയാണ്! എളമരം കരീമൊക്കെ ഈ കൊലയ്ക്ക് തൊട്ടുപിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന് വല്ല പ്രൊജക്ടും കൊണ്ടുവരുമ്പോൾ കാണുന്ന സന്ദേശം പോലെയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഡിപ്ലോമാറ്റിക് മുതലാളി, ഒരു ബൂർഷ്വയായി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. പിണറായിയോ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക. ഈ അടുത്ത നമുക്കറിയാം, പറഞ്ഞ ഓരോ വാചകങ്ങൾ ആവർത്തിക്കേണ്ടി വരികയാണ്. എന്താണ്? ഒരു നികൃഷ്ടജീവി എന്ന് വിളിച്ചു പിണറായി വിജയൻ, ഒരു പള്ളിയിലച്ഛനെ, നികൃഷ്ടജീവി, ഒരു ബിഷപ്പിനെ. അത് കഴിഞ്ഞപ്പോ കോഴിക്കോടാണ് ഒരു മുതിർന്ന പത്രപ്രവർത്തകരെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഗോപാലകൃഷ്ണ, കത്തി കണ്ടിട്ടുണ്ടോ? കത്തിയെക്കുറിച്ച് അറിയോ? പേടിപ്പിക്കുകയാണ് ആര്? പിണറായി വിജയൻ. പിന്നെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എടോ രാധാകൃഷ്ണ, ഡിവൈഎസ്പിയെ, എടോ സന്തോഷ് കുമാര. ഇയാൾ ആര്? ഈ പിണറായി വിജയൻ ആര്? ഇയാൾ CPM-ന്റെ സെക്രട്ടറിയാണ്. അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല വർത്തമാന കേരളത്തിൽ. ഞാൻ അയാളെക്കാൾ ഡെസിഗ്നേറ്റഡ് ആണ്, ഞാൻ ഒരു MLA ആണ്. ഇയാൾ ആരാണ്? ഇയാൾ വലിയ തമ്പുരാനാണെങ്കിൽ CPM-ന്റെ സെക്രട്ടറിയാണ്. അത് CPM-കാരോട് കാണിച്ചാൽ മതി, നാട്ടുകാരുടെ പെരടിക്കുകാരിട്ടല്ല പിണറായി ഗുണ്ടായിസം കാണിക്കേണ്ടത്. ഇയാൾ ആരാണ്? എല്ലാവരെയും വെല്ലുവിളിക്കാൻ കേരളം എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ സുൽത്താനാണോ സഖാവ് പിണറായി വിജയൻ? ഇയാളുടെ ബോഡി ലാംഗ്വേജ്, ഇയാളുടെ രീതി. ഒരു കാര്യം പലപ്പോഴും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, മുസോളിനിയെ ഓർമ്മയുണ്ടോ പിണറായിക്ക്? വലിയ ധിക്കാരിയായിരുന്നു ലോകത്ത്. ആ മുസോളിനി അവസാനം സ്വന്തം കാമുകിയുടെ കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ജീവിക്കാൻ വയ്യാഞ്ഞിട്ട്. പിണറായി വിജയൻ നിരത്തിലിറങ്ങാൻ കഴിയാത്ത കാലത്തിലേക്ക് വരും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ജനങ്ങൾ അറിഞ്ഞാൽ. എന്നിട്ട് ഇന്നലെ നമ്മളുടെ എളമരം കരീമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അയാൾ പറയാണ്, അന്തേരി സുരയുടെ മകളുടെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾ പോകും. എന്നിട്ട് പറയാണ്, അന്തേരി സുര അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു പൊളിറ്റിക്കൽ കേസിലാണ്. എന്താണ് ഈ എളമരം കരീം പറയണത്? അന്തേരി സുര എന്തിനാണ് ജയിലിൽ പോയതെന്ന് അറിയോ? മൊയ്തു ഹാജി എന്ന് പറയുന്ന ഒരു വൃദ്ധൻ, 80 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്ന ഒരു യൂത്ത് ലീഗ് അനുഭാവിയായിട്ടുള്ള യൂസഫ്. ആ യൂസഫിനെ കൊല്ലാൻ വേണ്ടി മൊയ്തു ഹാജിയുടെ വീടിന്റെ ഓട് ഇളക്കിയിട്ട് ഇറങ്ങുകയാണ്. യൂസഫ് കൊല്ലുമെന്ന ഭീഷണി ഉള്ളത് കൊണ്ട് നേരത്തെ വീട്ടിലില്ല. ഈ വൃദ്ധൻ, ആ സ്ത്രീകൾ വൃദ്ധന്റെ കഴുത്തിൽ ആദ്യത്തെ വെട്ടുപെട്ടുമ്പോ ആ സ്ത്രീകൾ പറയാൻ, നിങ്ങളെല്ലാം കൊണ്ടുപോയിക്കോ, പൊന്നെടുത്തോ, പണമെടുത്തോ, ഇതാ താക്കോൽ, എല്ലാം കൊണ്ടുപോയിക്കോ, ഞങ്ങളുടെ ഉപ്പാപ്പയെ വിട്ടേക്ക്. 80 വയസ്സുള്ള ആ മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വെറ്റില മുറുക്കുന്ന ആ പാത്രത്തിൽ ഒരു വെറ്റിലയിട്ട് അടക്ക ചേർത്ത് എന്നിട്ട് അത് കുത്തി അദ്ദേഹം തിന്നിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഒരു കൊലയാളി ഇറങ്ങിപ്പോയത്. അത്ര ഭീകരനാണ് അന്തേരി സുര. ആ അന്തേരി സുരയുടെ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് പോകുന്ന ഈ എളമരം കരീം പറയുന്നത്, ഞാൻ പറയുന്നത്, കരീമേ, രണ്ടാമത്തെ മോളെ കല്യാണത്തിന് പോണ്ട, രണ്ടാമത്തെ മോളെ തന്റെ വീട്ടിലേക്ക് മോനെ കൊണ്ട് കെട്ടിച്ചു കൊണ്ടുവന്നോ, അതാ കുറച്ചുകൂടെ നല്ലത്. കാരണം കരീമിനെ പോലത്തെ
വലിയ വലിയ കൊമ്പൻ മുതലാളിമാർക്ക് ഇത്തരം ഗുണ്ടാ ബന്ധം നല്ലതാണ്. കാര്യം എന്താണ്? സമ്പാദിച്ച് അഴിമതി നടത്തി കൂട്ടിയ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഗുണ്ടകൾ കൂടെ നിൽക്കുന്നത് നല്ലതാണ്. എളമരം കരീമിനെ പോലെയുള്ളവർക്ക് രാജ്യത്തിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക, ജനങ്ങളെ വെല്ലുവിളിക്കുക, അതിന് ഓശാന പാടാൻ വേണ്ടിയിട്ട് കുറെ ആളുകളും നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ CPM-കാരന്റെ ചെരുപ്പ് നക്കിയ വെള്ളം കുടിക്കുന്ന ഉളുപ്പില്ലാത്ത കുറെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന കുറെ ആളുകളും നട്ടലില്ലാത്തവർ. ഇന്ന് ONV കുറിപ്പ് പറയാണ്, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പം വിമർശിച്ചോളും. ഇയാൾ വിമർശിച്ച രാജ്യങ്ങൾ അറിയുമല്ലോ. സഖാവ് ONV, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ CPM ഒരുപക്ഷെ നിങ്ങൾക്ക് പല ഫേവറും ചെയ്തിട്ടുണ്ടാവാം, എന്നാലും നിങ്ങൾ കവിതയിൽ പറയുന്ന മനുഷ്യത്വത്തിന്റെ ഒരു നേരിയ അംശം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾ ധരിച്ചു പോയത് കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ വിമർശിച്ചതാണ്. മുകുന്ദനെ പോലെയുള്ള ചെരുപ്പ് നക്കികൾ ഇത്തരം സാംസ്കാരിക നായകന്മാരെ തിരിച്ചറിയാൻ കൂടെ ഈ സമൂഹത്തിന് കഴിയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തൊക്കെ എന്നിട്ട് പിണറായി അണികളെ പ്രകോപിപ്പിക്കുകയാണ്. എന്താ പ്രകോപിപ്പിക്കുന്നത്? നിങ്ങൾ തീപ്പന്തമാവണം. ആര്? അണികളാവണം. മൂപ്പരാവൂല. മൂപ്പര് മുതലാളിമാരെ വീട്ടിൽ കിടന്നുറങ്ങല്ലേ? തീപ്പന്തം ആരാവണം? അണികളാവണം. അങ്ങ് കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾ തീപ്പന്തമായിരുന്നു പിണറായി. ജീവിച്ചിരിക്കുന്ന പുഷ്പന്റെ അമ്മ പറഞ്ഞെന്താണെന്നറിയോ? എന്റെ മകന്റെ ഒരു നരങ്ങൾ കേൾക്കുമ്പോ ഓടിച്ചെന്നാൽ ഒരുപക്ഷെ ഈച്ച ഇരിക്കുന്നുണ്ടാവും മൂക്കിന്റെ മുകളിൽ, തട്ടാൻ വയ്യ, അവന്റെ കൈ പൊന്തൂല. ജീവിച്ചിരിക്കുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷിയാണ് പുഷ്പൻ. ആ പുഷ്പന് ഒരു തീപ്പന്തമായിരുന്നു. ആ പുഷ്പന്റെ കൈ പൊന്തൂല. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, കൈ പൊങ്ങാതിരിക്കുന്നത് ഭാഗ്യല്ലേ പിണറായി? കൈ എങ്ങാനും പൊന്തിയാൽ ആദ്യത്തെ അടി പിണറായിന്റെ ചെവിക്കുട്ടിട്ടായിരിക്കും, അല്ലേ? അതിനുശേഷല്ലേ സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളക്കരയിൽ മുഴുവൻ ഇയാൾ കൊണ്ടുവന്നത്? ആരാ തീപ്പന്തമാവേണ്ടത്? നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ആരെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, എന്തെല്ലാം സംഘടനകൾ, എന്തെല്ലാം പേര്.